അപ്പോൾ ഇത്തരത്തിൽ ട്രിഗ്നോമെട്രിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് വൈ മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഒന്നോ അതിലധികമോ ക്വസ്റ്റ്യൻസ് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാൻഡില സ്റ്റഡി സർക്കിൾ. സോ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ വായു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 6 മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഗ്രൂപ്പ് വൈക്കാർക്കാണ് ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എയർഫോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുള്ള ടോപ്പിക് വീഡിയോ എല്ലാം ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് വൈ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. സോ എന്തൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ RS 480 എ പേഴ്സൺ ലോസ്റ്റ് 20%. ഫോർ വാട്ട് ഷുഡ് ബി ഹി സെൽ ഇറ്റ് ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 20%? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരാൾ ഒരു സാധനം വിറ്റു. അപ്പോൾ വിറ്റപ്പം 20% നഷ്ടത്തിനാണ് വിറ്റത്. ആ വിറ്റ എമൗണ്ടാണ് 480 രൂപ. അങ്ങനെയെങ്കിൽ ഇയാൾക്ക് 20% ലാഭത്തിൽ ആവണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിരവധി നമ്മൾ എക്സാമിൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഓപ്ഷൻ എ RS 675, ഓപ്ഷൻ ബി RS 720, ഓപ്ഷൻ സി RS 700, ഓപ്ഷൻ ഡി RS 750. സിമ്പിളായിട്ട് കണ്ടെത്താവുന്നുള്ളൂ. ഇപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 480 എന്നത് ഈ ഒരു കോസ്റ്റ് പ്രൈസിൻ്റെ 80%. അതായത് 20% നഷ്ടത്തിന് വിൽക്കുക എന്ന് പറയുമ്പോൾ ബാക്കി ഈ ഒരു 480 എന്ന് പറഞ്ഞാൽ 80%. അപ്പോൾ ഇതിൻ്റെ 1% കണ്ടിട്ട് അതിനെ 100 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടും. അപ്പം ഇവിടെ നമ്മൾ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 1% കിട്ടും. ഇവിടെയും അതേ 80 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1% കിട്ടും. അപ്പോൾ അതിനെ കൊണ്ട് 100 ഗുണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടും. ഈ ഒരു സ്റ്റെപ്പ് നോക്കിയാൽ അത് 0 കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 48-ൽ 8 എന്ന് പറയുന്നത് 6 പ്രാവശ്യമാണ്. 6 × 100 എന്ന് പറഞ്ഞാൽ 600. 600 കോസ്റ്റ് പ്രൈസ്. ഇനി 20% ലാഭത്തിന് വിൽക്കണം എന്നാണ് പറയുന്നത്. അതായത് 600ൻ്റെ 10% പറഞ്ഞാൽ 60, 20% പറഞ്ഞാൽ 120. അപ്പോൾ 600 + 120 ദാറ്റ് ഈസ് 720 രൂപയ്ക്ക് വിൽക്കുമ്പോഴാണ് 20% ലാഭത്തിന് വിൽക്കാൻ സാധിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, RS 720. അടുത്ത ചോദ്യം, എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 9 days and 18 days റെസ്പെക്റ്റീവ്ലി. They worked together, however, 3 days before the completion of work A left. In how many days was the work completed? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് എയും ബി ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. അപ്പം എ ഒരു പ്രവൃത്തി 9 ദിവസം കൊണ്ടും അതേ പ്രവൃത്തി ബി 18 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് പ്രവൃത്തി ഈ ഒരു വർക്ക് തുടങ്ങുന്നത്. അങ്ങനെ അവസാനത്തെ 3 ദിവസത്തിന് മുന്നേ എ ഈ ഒരു ജോലിയിൽ നിന്നും വിട്ടുപോയി. അങ്ങനെയെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി മെത്തേഡ് ഉപയോഗിച്ച് ഇവിടെ ചെയ്യാം. അപ്പോൾ ടോട്ടൽ എത്ര യൂണിറ്റ് വർക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം. അപ്പോൾ ഇവിടെ എ ഈ ഒരു വർക്കിന് എടുക്കുന്നത് 9 days ആണ്, ബി എടുക്കുന്നത് 18 days ആണ്. അപ്പോൾ ഇതിൻ്റെ LCM നമുക്കാണ്. LCM ആണ് എത്ര യൂണിറ്റ് വർക്ക് ഉണ്ടെന്ന് നോക്കുന്നത്. 9ൻ്റെയും 18ൻ്റെയും LCM എന്ന് പറയുന്നത് 18 ആണ്. ഇനി ഇവരുടെ എഫിഷ്യൻസി നോക്കാം. 2 × 9 ആണ് 18, 1 × 18 ആണ് 18. സോ ബിയുടെ എഫിഷ്യൻസി 1ഉം എയുടെ എഫിഷ്യൻസി 2ഉം ആണ്. അപ്പം എ ഈ ഒരു പണി കംപ്ലീറ്റ് ആവുന്നതിൻ്റെ 3 ദിവസം മുന്നേ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് 3 ദിവസം പണിയെടുക്കുന്നത് ബി ഒറ്റയ്ക്കാണ്. അപ്പം ബി ഒരു ദിവസം ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ബി എടുക്കുന്ന 3 ദിവസം എടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് 3 × 1, അതായത് 3 യൂണിറ്റ് വർക്കാണ് എടുക്കുന്നത്. ഇനി ബാക്കി 15 യൂണിറ്റ് വർക്കാണ് ഇതിലുള്ളത്. 18 - 3 ചെയ്താൽ ബാക്കി 15 യൂണിറ്റ് വർക്ക് ഉണ്ട്. അപ്പോൾ ഈ 15 യൂണിറ്റ് വർക്കാണ് എയും ബിയും കൂടെ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ഹരിക്കണം എയുടെയും ബിയുടെയും എഫിഷ്യൻസി 2 + 1 3 ആണ്. 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവും. അപ്പം ടോട്ടൽ ഈ ഒരു വർക്ക് ചെയ്യാനെടുത്ത സമയം എന്ന് പറയുന്നത് 5 + 3 ദാറ്റ് ഈസ് 8 days. 8 ദിവസം കൊണ്ടാണ് എയും ബിയും അപ്പോൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, 8 days. അടുത്ത ചോദ്യം, എ തീഫ് ഈസ് നോട്ടീസ്ഡ് ബൈ എ പോലീസ്മാൻ ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 500 meter.
The thief starts running and the policeman chases him. The thief and the policeman run at the rate of 10 km and 12 km per hour respectively. What is the distance between them after 12 minutes? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു കള്ളനെ പോലീസ് ഒരു 500 മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് കാണുകയാണ്. അപ്പോൾ ഇവിടെ തീഫാണ്, ഇവിടെ ഈ ഒരു പോലീസ്മാൻ. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 500 മീറ്ററാണ്. അപ്പം 500 മീറ്റർ മുന്നേ ആയിട്ട് ഈ ഒരു തീഫിനെ പോലീസ്മാൻ കാണുകയാണ്. അപ്പോൾ ഈ പോലീസ്മാൻ ഈ തീഫിനെ കള്ളനെ ഓടിച്ചിട്ട് പിടിക്കുകയാണ്. അപ്പം ഇവരുടെ വേഗത ഇവിടെ പറയുന്നുണ്ട്. പോലീസ്മാൻ്റെ വേഗത 12 കിലോമീറ്റർ പെർ ഹവറും പിന്നെ കള്ളൻ്റെ വേഗത ഇവിടെ 10 കിലോമീറ്റർ പെർ ഹവറും ആയാൽ 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 150 മീറ്റർ, ഓപ്ഷൻ ബി 180 മീറ്റർ, ഓപ്ഷൻ സി 100 മീറ്റർ, ഓപ്ഷൻ ഡി 130 മീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് വേഗത നൽകിയിട്ടുള്ളത് 12 ഇവിടെ കിലോമീറ്റർ പെർ ഹവറിലാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഡിസ്റ്റൻസ് മീറ്ററിലാണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിന് ഇവരുടെ വേഗതയെ നമ്മൾ മീറ്റർ പെർ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് ഇവിടെ നൽകിയിരിക്കുന്ന സമയം മിനിറ്റിലാണ്. അപ്പം ഈ ഒരു 12 കിലോമീറ്റർ പെർ ഹവറിനെയും 10 കിലോമീറ്റർ പെർ ഹവറിനെയും മീറ്റർ പെർ മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ കൺവേർഷനാണ് ചെയ്യേണ്ടത്. അപ്പം 12 കിലോമീറ്ററിനെ നമ്മൾ മീറ്റർ പെർ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അതായത് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. സോ ഡിവൈഡഡ് ബൈ 60. അപ്പോൾ ഇതൊന്ന് നമ്മൾ സോൾവ് ചെയ്യുക. 0 ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12ൽ 6 എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യമാണ്. സോ 2 × 100 എന്ന് പറഞ്ഞാൽ 200 മീറ്റർ പെർ മിനിറ്റ്സ് ആണ് നമ്മുടെ പോലീസുകാരൻ്റെ വേഗത. ഈ കള്ളൻ്റെ വേഗത നമുക്ക് കാണണം. അതായത് 10 × 1000 ഡിവൈഡഡ് ബൈ 60. ഇപ്പോൾ ഈ 0 ഇവിടെ കട്ട് ചെയ്തു. 0 കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വീണ്ടും നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യും. ഇവിടെ 3 കിട്ടുന്നു, ഇവിടെ 5 കിട്ടുന്നു. അപ്പോൾ ഇവിടെ 500/3 മീറ്റർ പെർ മിനിറ്റ്സ് എന്ന് കിട്ടി. ഈ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 12 മിനിറ്റ് ആവുമ്പോൾ ഇവർ എത്ര ദൂരം ട്രാവൽ ചെയ്തെന്ന് നോക്കണം. അതായത് ഡിസ്റ്റൻസ് ഡി ഇൻറ്റു സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പോലീസ്മാൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 × 12 ആണ്. ദാറ്റ് ഈസ് 2400 മീറ്റർ പോലീസുകാരൻ സഞ്ചരിച്ചു. ഇനി കള്ളൻ സഞ്ചരിക്കുന്നത് സെയിം വേ തന്നെയാണ്. അതായത് ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 500/3 × 12, ടൈം 12 തന്നെയാണ്. സോ ഈ ഒരു 3ഉം 12ഉം കട്ട് ചെയ്യാം. 12ൽ 3 എന്ന് പറയുന്നത് 4 പ്രാവശ്യമാണ്. സോ 4 × 5 = 2000 മീറ്ററാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി കള്ളൻ 500 മീറ്റർ അഡ്വാൻസ്ഡ് ആണ്. അപ്പം കള്ളൻ ആകെ സഞ്ചരിക്കുന്നത് 2500 മീറ്ററാണ്. അപ്പോൾ 2500ൽ നിന്നും 2400 കുറച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും. ദാറ്റ് ഈസ് 100 മീറ്ററാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിലോമീറ്റർ പെർ ഹവറിനെ നമ്മൾ മീറ്റർ പെർ മിനിറ്റ്സിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് അവരുടെ ഡിസ്റ്റൻസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 6 days, ബി ഡിസ്ട്രോയ് ഇറ്റ് ഇൻ 4 days. എ ഡസ് വർക്ക് ഫോർ 4 days ഡ്യൂറിങ് ദ ലാസ്റ്റ് 2 days ഓഫ് വിച്ച് ബി ഹാസ് ബീൻ ഡിസ്ട്രോയിങ് എസ് വർക്ക്. ഹൗ മെനി മോർ ഡേയ്സ് മസ്റ്റ് എ വർക്ക് അലോൺ ടു കംപ്ലീറ്റ് ദ വർക്ക്? ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എ ഒരു പ്രവൃത്തി 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രവൃത്തി ബി 4 ദിവസം കൊണ്ട് ഇല്ലാണ്ടാക്കും. അപ്പം എ 4 ദിവസം ഈ ഒരു പ്രവൃത്തി ചെയ്തു, എന്നിട്ട് ബി 2 ദിവസം ഇരുന്നിട്ട് ഈ ഒരു പ്രവൃത്തി ഡിസ്ട്രോയ് ചെയ്തു. അപ്പം അങ്ങനെയെങ്കിൽ ഇനി ബാക്കി എത്ര ദിവസം എടുത്തിട്ട് വേണം എക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 7 ദിവസം, ഓപ്ഷൻ സി 5.5 ദിവസം, ഓപ്ഷൻ ഡി 5 ദിവസം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളനുസരിച്ച് നമുക്ക് ടോട്ടൽ എത്ര യൂണിറ്റ് വർക്ക് ഉണ്ട് എന്നുള്ളത് നോക്കണം. അപ്പം എ ഈ ഒരു വർക്ക് 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, ബി ഈ ഒരു വർക്ക് 4 ദിവസം കൊണ്ട് ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ എത്ര യൂണിറ്റ് വർക്ക് ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ 6ൻ്റെയും 4ൻ്റെയും LCM എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി നമുക്ക് എടുക്കാം.
എയുടെ എഫിഷ്യൻസി 2 ആണ്, ദെൻ ബിയുടെ എഫിഷ്യൻസി 3 ആണ്. അപ്പോൾ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുക, കാരണം ഇത് നെഗറ്റീവ് വർക്കാണ്, ഡിസ്ട്രോയ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ നമ്മൾ കൊടുക്കുന്നത്. ഇനി ടോട്ടൽ നമുക്ക് 12 യൂണിറ്റ് വർക്കാണ് ഉള്ളത്. അപ്പം എ 4 ദിവസം ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. അപ്പം എ ചെയ്യുന്നത് 4 ദിവസം പ്രവൃത്തി ചെയ്യുന്നു. അപ്പം എയുടെ എഫിഷ്യൻസി 2 ആണ്. സോ 4 × 2 8 യൂണിറ്റ് വർക്ക് എ ആദ്യം ചെയ്തു. അപ്പം ഈ ഒരു വർക്ക് 2 ദിവസം കൊണ്ട് ബി ഡിസ്ട്രോയ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബി ഡിസ്ട്രോയ് ചെയ്യുന്നത് 2 × ബിയുടെ എഫിഷ്യൻസി -3 ആണ്, ദാറ്റ് ഈസ് -6. അപ്പോൾ അതായത് 6 യൂണിറ്റ് വർക്ക് ഡിസ്ട്രോയ് ചെയ്തു. അപ്പം 8 - 6 എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് അവിടെ എ ചെയ്തതിൽ ബാക്കിയുള്ളത് 2 യൂണിറ്റ് വർക്കാണ് ബാക്കിയുള്ളത്. ഇനി ബാക്കി 12 യൂണിറ്റ് വർക്കാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ബാക്കി 10 യൂണിറ്റ് വർക്കാണ് ഇനി ഉള്ളത്. ഈ 10 യൂണിറ്റ് വർക്ക് എ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 10 / എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 5 ദിവസം എടുത്തിട്ടാണ് ബാക്കിയുള്ള വർക്ക് എ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം, 5 days. അടുത്ത ചോദ്യം, ഇൻ ആൻ എലക്ഷൻ ദ വിന്നർ ഗെറ്റ്സ് 60% ഓഫ് ദ ടോട്ടൽ വോട്ട്സ് ആൻഡ് വിൻസ് ദ ഇലക്ഷൻ ബൈ 1200 votes. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടോട്ടൽ വോട്ടേഴ്സ് ഇൻ ദ ഇലക്ഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ഒരു ഇലക്ഷനിൽ ജയിച്ച ആൾക്ക് 60% വോട്ട് മൊത്തം കിട്ടി. അപ്പോൾ ഇയാൾ ജയിച്ചിട്ടുള്ളത് 1200 വോട്ടിനാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു മൊത്തം വോട്ടേഴ്സിൻ്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 6000, ഓപ്ഷൻ ബി 8000, ഓപ്ഷൻ സി 10000, ഓപ്ഷൻ ഡി 12000. അപ്പോൾ ഇയാൾക്ക് ടോട്ടൽ ലഭിച്ചിട്ടുള്ളത് 60% വോട്ടാണ്. ഇയാളുടെ ഭൂരിപക്ഷം എന്നുള്ളത് 1200 ആണ്. അപ്പം ഇയാൾക്ക് ലഭിച്ചിട്ടുള്ളത് 60 വോട്ടാകുമ്പോൾ റിമൈനിങ് ഉള്ളത് 40% വോട്ടായിരിക്കും. അപ്പം 60 ആ 40 ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 20%. അപ്പോൾ ഇയാളുടെ ഭൂരിപക്ഷം എന്നുള്ളത് 20%. ആ ഒരു നമ്പറാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് 1200. അപ്പോൾ നമ്മൾ ടോട്ടൽ വോട്ടേഴ്സിൻ്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ടോട്ടൽ വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 100% ആണ്. അപ്പം 20നെ കൊണ്ട് എത്ര ഗുണിച്ചാൽ 100 ആവും? 5 ചെയ്തിട്ട് നമുക്ക് 100 ആവും. സോ അതുപോലെ തന്നെ 1200 × 5 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 6000 കിട്ടും. അപ്പോൾ 6000 വോട്ടേഴ്സാണ് ടോട്ടൽ ഉള്ളത്. സോ ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. 6000 വോട്ടേഴ്സാണ് ആകെ ഉള്ളത്. അടുത്ത ചോദ്യം, 2 dice thrown simultaneously, find the probability of getting a sum of more than 7. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 2 ഡൈസ് ഒരേ സമയം ത്രോൺ ചെയ്യുകയാണ്. അപ്പം അതിൽ 7ൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള എത്ര ചാൻസസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 ഡൈസ് നമ്മൾ ഒരേ സമയം ത്രോൺ ചെയ്യുമ്പോൾ നമുക്ക് 36 ഔട്ട്കംസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അതിൽ നിന്നും മോർ ദാൻ 7, 7ൽ കൂടുതൽ കിട്ടാൻ എത്ര എണ്ണത്തിലാണ് സാധ്യത ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 7/12, ഓപ്ഷൻ ബി 1/3, ഓപ്ഷൻ സി 5/12, ഓപ്ഷൻ ഡി 19/36. അപ്പം ജസ്റ്റ് നമ്മളൊന്ന് എഴുതി നോക്കാം. 1 2 3 4 5 6. ദെൻ ഇവിടെ രണ്ടാമത്തെ ഡേയ്സ് 1 2 3 4 5 6. അപ്പം ഒന്നുമായിട്ട് ഇവിടെ എടുക്കുന്ന സമയത്ത് 7ൻ്റെ മുകളിൽ വരാൻ സാധ്യത. അപ്പോൾ 2 എടുക്കാം. അപ്പം 2ഉം 6ഉം എടുക്കുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ളത് 8 ആണ്. സോ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ 2 6 ആണ്. അടുത്തത് 3ൽ വരാമെന്ന് സാധ്യത നോക്കാം. 3ഉം 5ഉം വരാം. 3ഉം 6ഉം വരുന്ന സമയത്ത് ഇപ്പോൾ 3 5 8 ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് 3 6 വരും, 9 ആണ്. നെക്സ്റ്റ് 4ൽ വരുമ്പോൾ 4ഉം 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 5ഉം 4ഉം 6ഉം. സോ 4 4 4 5 4 6. നെക്സ്റ്റ് 5ൽ വരുന്ന എടുക്കാം. സോ 5 3 5 4 5 5 5 6. ദാറ്റ് ഈസ് അപ്പം ഇവിടെ 5 3 വരുന്നു, 5 4 വരുന്നു, 5 5 വരുന്നു, 5 6 വരുന്നു. നെക്സ്റ്റ് 6ൽ എടുക്കുന്ന സമയത്ത് 6 2 6 3 6 4 6 5 6 6. അപ്പോൾ ഇതൊക്കെ മോർ ദാൻ 7 വരാനുള്ള ചാൻസസ് ആണ്. സോ അവിടെ 6 2 6 3 6 4 6 5 6 6.
അപ്പം ഈ ചാൻസസ് എത്ര ഉണ്ട് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ 15 ചാൻസ് ഉണ്ട്. 36-ൽ 15 എണ്ണം 7-ന് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ 15/36 ആണ് ഇതിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് ചെറുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 5, ഇവിടെ 12. സോ 5/12 ചാൻസസ് ഉണ്ട്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, 5/12 ചാൻസസ്. അടുത്ത ചോദ്യം, tan 10 ഡിഗ്രി ഇൻറ്റു tan 20 ഡിഗ്രി ഇൻറ്റു tan 30 ഡിഗ്രി ഇൻറ്റു tan 45 ഡിഗ്രി ഇൻറ്റു tan 60 ഡിഗ്രി ഇൻറ്റു tan 70 ഡിഗ്രി ഇൻറ്റു tan 80 ഡിഗ്രി അതിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ട്രിഗ്നോമെട്രിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് വൈ മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഒന്നോ അതിലധികമോ ക്വസ്റ്റ്യൻസ് സാധാരണ ട്രിഗ്നോമെട്രിയിൽ നിന്ന് ചോദിക്കാറുണ്ട്. സോ എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നത് നോക്കാം. സോ നമുക്ക് നൽകിയിരിക്കുന്ന ഓപ്ഷൻ എ 1/2, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 3/2, ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതായത് tan 90 - θ ഇസ് ഈക്വൽ ടു cot θയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മളത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ tan 10 ഡിഗ്രി എന്നുള്ളത് tan 90 - 80 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഡിഗ്രിയാണ്. സോ ദാറ്റ് ഈസ് എന്താ, ഇവിടെ നമ്മൾ 80 ആണ് കൊടുക്കുന്നത്. അതായത് എക്സാമ്പിൾ tan 90 - 80 ഈ വാല്യൂ ആണ് നമുക്കിവിടെ tan 10 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഏതാണോ വാല്യൂ കൊടുക്കുന്നത് ദാറ്റ് ഈസ് cot 80 എന്ന് വരും. അപ്പം ഇവിടെ ഓരോന്നിലും നമുക്ക് ഡിഫറൻസ് വരും. അതായത് ഇവിടെ tan 10 ഡിഗ്രി എന്നുള്ളത് നമുക്ക് cot 80 ഇൻറ്റു ഇവിടെ tan 20 ഡിഗ്രി എന്നുള്ളത് cot 70 ഇൻറ്റു ഇവിടെ tan 30 ഡിഗ്രി എന്നുള്ളത് cot 60 ഇൻറ്റു tan 45 അവിടെ വെക്കുക tan 45. ഇനി അതായത് ഇവിടെയൊക്കെ tan എത്ര ഡിഗ്രി ആണോ അതേ ഡിഗ്രി നമുക്കിവിടെ കോട്ടിലും ആക്കിയിട്ടുണ്ട്. സോ ഇവിടെ tan 60 ഇൻറ്റു tan 70 ഇൻറ്റു tan 80. സോ ഇവിടെ നമുക്കറിയാം cot θ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/tan θ ആണ്. അപ്പോൾ നമുക്ക് cot 80-നെ 1/tan 80 എന്ന് കൊടുക്കാം. 1/tan 80 ഇൻറ്റു 1/tan 70 ഇൻറ്റു 1/tan 60 ഇൻറ്റു ഇനി അതൊക്കെ മുകളിലാണ് വരുന്നത്. അതായത് tan 45 ഇൻറ്റു tan 60 ഇൻറ്റു tan 70 ഇൻറ്റു tan 80. അപ്പോൾ ഇവിടെ താഴെ ഒരു tan 80 ഉണ്ട്, മുകളിൽ tan 80 ഉണ്ട്, നമുക്ക് 1 കിട്ടി. ഇൻറ്റു താഴെ 1/tan 70 ഉണ്ട്, മുകളിൽ tan 70 ഉണ്ട്, അതും 1 ആയി. ഇൻറ്റു 1/tan 60 ഇൻറ്റു tan 60 അതും 1 ആയി. ഇനി tan 45-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 × 1 × 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1 ആണ്. അപ്പോൾ ഈ ടാനിൻ്റെ വാല്യൂ tan 45-ൻ്റെ വാല്യൂ, അതായത് tan 60-യുടെ വാല്യൂ, tan 30-യുടെ വാല്യൂ, sin 30-യുടെ വാല്യൂ, cos 30-യുടെ വാല്യൂ, പിന്നെ sin 60-യുടെ വാല്യൂ, cos 60-യുടെ വാല്യൂ ഒക്കെ ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? അതായത് ബേസിക് ആയിട്ടുള്ള ഈ ഒരു ട്രിഗണോമെട്രിയുടെ 2 സെഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക. അതായത് എങ്ങനെയാണ് നമുക്ക് ഷോർട്ട് കട്ടായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്ന വാല്യൂസിൻ്റെ ഒരു മിഡിൽ ടേം എടുക്കുക, tan 45. ശരിക്കും അതിൻ്റെ വാല്യൂ ഇവിടെ കണ്ടാൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ tan 10-ഉം tan 80 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ആണ്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ വെച്ച് സോൾവ് ചെയ്യുന്നത് അത് ക്യാൻസൽ ആയി പോകും. ഇവിടെ tan 20 ആണെങ്കിൽ ഇവിടെ tan 70 അതും 90 ആയി. ഇവിടെ tan 30-യും tan 60 അതും 90. അപ്പോൾ ഈ ടേമൊക്കെ 1 ആയിട്ട് പോകും. പിന്നെ ആകെ ബാക്കിയുണ്ടാവും ഈ tan 45-ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മിഡിൽ ടേം ഏതാണോ അതിൻ്റെ വാല്യൂ നേരിട്ട് എടുത്ത് എഴുതിയാൽ മതിയാവും. ഓപ്ഷൻ ബി 1 ആണ് ശരി ഉത്തരം.
അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇഫ് ദ സൈഡ്സ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 16√3 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 16√3. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഏരിയ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 134√3 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി 192√3 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ സി 144√3 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ഡി 156√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്നത് √3/4 ഇൻറ്റു സൈഡ്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാം √3/4 ഇൻറ്റു, അപ്പം സൈഡ് എന്ന് പറയുന്നത് 16√3 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് 16 ഇൻറ്റു √3 എന്ന് നമുക്ക് പുറത്തെടുത്ത് കഴിഞ്ഞാൽ √3/4 ഇൻറ്റു നമുക്ക് 16 ഇൻറ്റു 16 എന്ന് കൊടുക്കാം. അത് കട്ട് ചെയ്ത് പോവും. തന്നെ ഇവിടെ √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 4ഉം 16ഉം കട്ട് ചെയ്ത് നമുക്കിവിടെ 4 കിട്ടും. സോ √3 ഇൻറ്റു 4 ഇൻറ്റു 16 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 192√3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, 192√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മെൻ്റൽ എബിലിറ്റിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. sin x plus cosec x is equal to 2. Then sin square x plus cosec square x is equal to ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 1. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് sin x പ്ലസ് cosec x ഈസ് ഈക്വൽ ടു 2 ആണ്. അങ്ങനെയെങ്കിൽ sin square x പ്ലസ് cosec square എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ LHSഉം RHSഉം സ്ക്വയർ ചെയ്യുക. സോ നമുക്കിവിടെ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഫോമുലാണ് ഇവിടെ ഉള്ളത്. സോ ഇവിടെ sin സ്ക്വയർ എക്സ് പ്ലസ് 2 sin x cosec എക്സ് പ്ലസ് cosec സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 4. സോ ഇവിടെ cosec എക്സ് എന്ന് പറയുകയാണെങ്കിൽ 1/sin x ആണ്. സോ ആ ഒരു ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നു. sin സ്ക്വയർ എക്സ് പ്ലസ് 2 ഇൻറ്റു sin എക്സ് ഇൻറ്റു 1/sin x ഇൻറ്റു cosec സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 4. സോ ഈ sin എക്സും ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നത് sin സ്ക്വയർ എക്സ് പ്ലസ് 2 പ്ലസ് cosec സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 4 ആണ്. സോ നമുക്ക് sin സ്ക്വയർ എക്സ് പ്ലസ് cosec സ്ക്വയർ എക്സിൻ്റെ വാല്യൂ ആണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു അപ്പോൾ ഈ ഒരു 2നെ നമുക്ക് 4ൻ്റെ അപ്പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് sin സ്ക്വയർ എക്സ് പ്ലസ് cosec സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 4 മൈനസ് 2, ദാറ്റ് ഈസ് 2. അപ്പം sin സ്ക്വയർ എക്സ് പ്ലസ് cosec സ്ക്വയർ എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്, അത് 2 ആണ്. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. സോ നമ്മൾ ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മെൻ്റൽ എബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. സോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.